2004 മുന്നേ ദൂരദർശനിൽ വന്നൊരു വീഡിയോ ആണ്. അതിൽ ഒരാൾ 7 വർഷമായിത്രേ ഭക്ഷണം കഴിച്ചിട്ട്. ആൾ വെള്ളം കുടിക്കും, വല്ലപ്പോഴും ചായയും കുടിക്കും. കണ്ണൂർ, മലപ്പുറം അങ്ങോട്ടുള്ള ഭാഗത്ത് എവിടെയുണ്ടാവും. ആൾക്ക് 7 വർഷമായിട്ട് ശരീരത്തിന് പ്രത്യേകിച്ച് ക്ഷീണമോ ഒന്നുമില്ല. ആൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. ആൾ പറയുന്നത് വൃക്ഷങ്ങളൊക്കെ സൂര്യനിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്നു. ഞാൻ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിലൂടെ സൂര്യൻ്റെ ഊർജം ശരീരം സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നിയത് നമ്മുടെ ശരീരത്തിലെ തൊലി നമ്മുടെ ഉയര വളർച്ച പൂർത്തിയാകുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ തൊലി വളർച്ചയും പൂർത്തിയാകും. അതിനുശേഷം എത്ര ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ശരീരത്തിലെ തൊലിക്കുള്ളിൽ ഞെരുങ്ങുകയേ ഉള്ളൂ മാംസം, തൊലി പിന്നെ വളരുകയില്ല. അങ്ങനെ ശരീരത്തിൽ മാംസം വളർച്ച പൂർത്തിയായാൽ പിന്നെ വെള്ളം മാത്രം കുടിച്ചാൽ മതി. വെള്ളം പ്രോട്ടീൻ, ഹോർമോൺ, കൊളസ്ട്രോളാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ ഭക്ഷണം നിയന്ത്രിച്ചു വെള്ളം കുടിച്ചാൽ പോലും എൻ്റെ ശരീരം വണ്ണം വയ്ക്കുന്നു ഡോക്ടറെ എന്നൊക്കെ പറയുന്നത് അത് ഇന്ന കാരണത്താലാണ്. മത്സ്യത്തിൻ്റെ മുട്ടയ്ക്ക് കോഴിമുട്ട പോലെ വെള്ളക്കരുവില്ല. എന്തുകൊണ്ടാണ് മത്സ്യത്തിൻ്റെ മുട്ടയ്ക്ക് വെള്ളക്കരുവില്ലാത്തത്? എനിക്ക് തോന്നിയതാണ്. മത്സ്യത്തിൻ്റെ മുട്ട വെള്ളത്തിലാണ് ഇടുന്നത്. വെള്ളമാണ് വെള്ളക്കരു മത്സ്യത്തിന്. വെള്ളം പ്രോട്ടീൻ, ഹോർമോൺ, കൊളസ്ട്രോളാണ്.